കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് പാർട്ട് 2, 13ാമത്തെ ക്ലാസ് ആണ്. സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് പാർട്ട് 2. ഇന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ബീമ ജഡ്ജ്മെന്റ് ഓഫ് ബിലീവേഴ്സ് എന്നുള്ളതാണ്. ബീമ, ഈ ബീമ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കല്ല, ആക്ച്വലി ഒരു ഗ്രീക്ക് വാക്കാണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. ബീമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവാർഡിങ് സീറ്റ് എന്നേ ഉള്ളൂ. ബീമ ജഡ്ജ്മെന്റ് ഓഫ് ബിലീവേഴ്സ്. സാധാരണഗതിയിൽ ഇത് പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, നമ്മളെ ഇനി ന്യായം വിധിക്കുമോ, ബിലീവേഴ്സിന് ഇനി ന്യായവിധി ഉണ്ടാവുമോ? സോ മലയാളത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനം എന്നാണ്. ഓൾറൈറ്റ്, സോ ഇറ്റ് ഈസ് എ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ആൻഡ് വാട്ട് ഈസ് ബീങ് ജഡ്ജ്ഡ് ദെയർ? എന്താ അവിടെ ജഡ്ജ് ചെയ്യുന്നത്? അവിടെ ആ വാക്യത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും. ഓക്കെ, ക്യാൻ സംബഡി ടെൽ മീ ഹു ഈസ് ദിസ് നാം? നാം എന്ന് പറയുന്നത് ആരാണ് എന്ന് പറയണം. ആരാണ് ഈ നാം? ബിലീവേഴ്സ്. അത് ജനറൽ ആയിട്ട് പറഞ്ഞ ഉത്തരം ശരിയാ, ബിലീവേഴ്സ് ആണ്. പക്ഷെ ഇത് സ്പെസിഫിക് ആയിട്ട് പറ. നാം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളുടെ നമ്മളെന്ന് ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടും അല്ലെ? സോ ഗീവ് മി എ സ്പെസിഫിക് ആൻസർ. നാം എന്നത് ഈ വാക്യത്തിൽ ആരാണ്? Come on, look at the reference and you can tell it. Come on, make an attempt. Try. രക്ഷിക്കപ്പെട്ട എല്ലാവരും. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. മുമ്പ് ശാലോം പറഞ്ഞതും പ്രിയ അക്സ പറഞ്ഞതും ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് 2 കൊരിന്ത്യർ 5:10 ഈ വാക്യം. സോ അവിടെ നാം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? 2 കൊരിന്ത്യർ എഴുതിയ ആളും ആളും നമ്മൾ ഓരോരുത്തരും. വീണ്ടും ജനറലായി നമ്മൾ എന്ന് പറയുമ്പോ ഓക്കെ, അത് നമ്മളുണ്ട്, ശരിയാണ്. പക്ഷെ ഇത് പൗലോസും കൊരിന്ത്യയിലുള്ള വിശ്വാസികളും. കറക്റ്റ്, പ്രൈമറി മീനിങ് അതാണ്. പക്ഷെ ഇനി നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ബിലീവേഴ്സും ഉൾപ്പെടും. 100% കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഓതർ ആൻഡ് ദ റീഡർ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓതർ ഈസ് എ ബിലീവർ, അപ്പോസ്റ്റൽ പോൾ. യെസ്, ഹി ഈസ് എ വണ്ടർഫുൾ ഡിസൈപ്പിൾ ആൻഡ് ആൻ അപ്പോസ്റ്റൽ. ആൻഡ് കൊരിന്ത്യൻസ്, യെസ്, ദേ ആർ ബിലീവേഴ്സ്. അവരെ പാഗൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ദൈവം രക്ഷ നൽകിയവരാണ്. സോ ദ റൈറ്റർ ആൻഡ് ദ റീഡേഴ്സ് ആർ ബിലീവേഴ്സ്. അപ്പോൾ ഇത് ബിലീവേഴ്സിന് വേണ്ടിയുള്ള ന്യായവിധി എന്ന് ഞാൻ ടേം ചെയ്യുന്നില്ല, പക്ഷെ ബൈബിളിൽ അങ്ങനെ കൊടുത്തിരിക്കണേ. സോ വി വിൽ ടേം ഇറ്റ് ആസ് ന്യായാസനം. ഓക്കെ, സോ ന്യായാസനം, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകും, എന്താണ് ന്യായം വിധിക്കുന്നത്? അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റിന് വീണ്ടും അവിടെ ന്യായവിധി ഉണ്ടാകുമോ? അവിടെ നമ്മൾ ഈ ടെർമിനോളജി ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഹോപ്പ് യു റിമെമ്പർ ദ പിക്ചർ ഐ ഷോഡ് യു ലാസ്റ്റ് ക്ലാസ്. ഈ പിക്ചറാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കാണിച്ചത്. ഓക്കെ, ഇത് ആർക്കിയോളജിയിൽ നിന്നും ലഭ്യമായ ഒരു പിക്ചറാണ്. ഇങ്ങനെയാണ് ഒരു ന്യായാസനം. ഇത് ക്രിസ്തുവിന്റെ ന്യായാസനമല്ല. ദിസ് ഈസ് ദ ജഡ്ജ്മെന്റ് സീറ്റ്, which is placed in Athens, അല്ലെ കൊരിന്തു ആൻഡ് ഏതൻസ് ഒക്കെ നിയർ ബൈ പ്ലേസസ് ആണെന്ന് നമുക്കറിയാം. ആദ്യത്തെ ഒളിമ്പിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. ആൻഡ് യു നോ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്? The Greek word bema, which is a raised place mounted by steps. അപ്പോ ഈ റാമ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, റാമ്പിൽ കയറി സ്റ്റെപ്പിൽ നമ്മൾ കയറിയതിനു ശേഷം ഒരു എലവേറ്റഡ് പ്ലേസ് ആണ് ബീമ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി? Well, it is used for the official seat of as an official seat of a judge. അപ്പൊ നിങ്ങൾ പറ, നിങ്ങൾ ഒരു അത്ലറ്റ് മീറ്റിന് പങ്കെടുക്കുമ്പോൾ, give me an answer. You will be elevated to a victory stand. So no, 1, 2, 3. Hope in your school or colleges you had it. If at all you were not placed, elevated on that, you have seen it. 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റാൻഡ്. അവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടോ? യെസ് ഓർ നോ? കം ഓൺ. ഉണ്ടെന്ന് ജോബിൻ പറഞ്ഞു, ഉണ്ടെന്ന്. എന്താണ് അവിടുത്തെ ജഡ്ജ്മെന്റ്? അതന്നേരം ആർക്കൊക്കെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് നിർണ്ണയിക്കും. വെരി ഗുഡ്. അതൊരു ജഡ്ജ്മെന്റ് ആണോ? ഇപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുമ്പോ അതൊരു ജഡ്ജ്മെന്റ് ആണോ? അല്ലാതെ തീരുമാനിച്ചിട്ടായിരിക്കും. യെസ്, വെരി ഗുഡ്. സി, ദാറ്റ്സ് ഓൾ. അപ്പൊ അതാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്.
അയ്യോ അത് ന്യായവിധിയാണോ? നമ്മളെ മലയാളത്തിലെ ടെർമിനോളജി ജഡ്ജ്മെന്റ് എന്ന് ഉപയോഗിക്കുമ്പോൾ ന്യായവിധി എന്ന് മാത്രം, ന്യായമായിട്ട് വിധിച്ചതാണ് അത്. നമുക്കറിയാം പി ടി ഉഷ പണ്ട് ആദ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 1 മില്ലി സെക്കൻഡിനാണ് പി ടി ഉഷയ്ക്ക് മെഡൽ നഷ്ടമായത്. ആൻഡ് ദാറ്റ് വാസ് ആൻ ആക്യുറേറ്റ് ജഡ്ജ്മെന്റ്. സോ ഷീ ഡസന്റ് ഡിസേർവ് ഇറ്റ്. വൈ? ഷീ വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഷീ കുഡ്ന്റ് ക്രോസ് ബിക്കോസ് സംബഡി എൽസ് ക്രോസ്. മറ്റാരോ അതിനു മുമ്പ് ക്രോസ് ചെയ്തു. സോ അതൊരു ന്യായവിധിയാണ്. വിച്ച് മീൻസ് യെസ്, ദാറ്റ് ഈസ് എ ജഡ്ജ്മെന്റ്. ഇറ്റ്സ് എ റൈറ്റ് ജഡ്ജ്മെന്റ്. ഇത് മനസ്സിൽ വെച്ചിട്ട് പറ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക? ഇതിനെ മാത്രം ബേസ് ചെയ്ത് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? Come on, make a try. ബിലീവേഴ്സിന് എന്താണ് നഷ്ടമാകുക, എന്താണ് കിട്ടുക? Who can tell? Will we lose something? രക്ഷ നഷ്ടമാവോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടമാവുമോ? അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കുമോ എന്തെങ്കിലും? Tell me. റിവാർഡ് കിട്ടേണ്ടത് കിട്ടിട്ടില്ല. Yes, that is correct. റിവാർഡ് ദൈവം നമുക്ക് വേണ്ടി ഓരോന്നിനും ഓരോ റിവാർഡ് വെച്ചിട്ടുണ്ട്. See, that's why I gave you an assignment for you to write crowns. എന്തിനു വേണ്ടിയൊക്കെ കിട്ടുന്ന ക്രൗൺസ് ആണെന്നും റിവാർഡ്സ് ഇഷ്ടംപോലെ. അത് എന്തൊക്കെയാണെന്ന് ഒത്തിരി എക്സ്പ്ലനേഷൻ ബൈബിളിൽ ഇല്ല. പക്ഷെ അവൈലബിൾ റിസോഴ്സസ് വെച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡെഫിനറ്റ്ലി ഗോഡ് വിൽ റിവാർഡ് us. And we may lose many rewards. Yes. Why? Because there is a right judge. മോനെ, നീ ചെയ്തതിന്റെ അനുസരിച്ചുള്ള പ്രതിഫലം നിനക്ക് കിട്ടിയിരിക്കണം എന്ന് ദൈവം പറയും. See, this is very serious, you know. So let me be more practical. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യത്തിനനുസരിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ പ്രവർത്തിച്ചതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്ന റിവാർഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഹെവനിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഇനി അതിനകത്ത് നിക്ഷേപിക്കാൻ എങ്ങനെ പറ്റണേ? ഹൗ ക്യാൻ യു ജസ്റ്റ് put your investment there by doing good work for Christ, or by saying good words, by making yourself a good person? Yes, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്രകാരം റിവാർഡ് അക്യൂമുലേറ്റ് ചെയ്യാം. എവിടെ? ഹെവൻലി ബാങ്കിൽ. that is what the scripture says. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പാകെ നിൽക്കും. അപ്പോൾ ഈ ഒരു കൾച്ചറിൽ നിന്ന് തന്നെയാണ് പൗലോസ് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഈ ടെർമിനോളജി കടമെടുത്തിരിക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ. സോ അവിടെ നിത്യമായ നരകത്തിലേക്ക് വിടുന്ന ഒരു യാതനാസ്ഥലമൊന്നും അല്ല ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയോ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമുക്ക് എന്ത് റിവാർഡ് ഈസ് ഗിവൺ ഓർ ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. ഓക്കെ, അങ്ങനെയാണ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഇനി ഇതിന്റെ ഒരു പശ്ചാത്തലമാണ് അവിടുത്തെ നെക്സ്റ്റ് സെന്റൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ ഗ്രീഷ്യൻ ഗെയിംസ് ഇൻ ഏതൻസിലാണ് ഗ്രീക്ക് ഗെയിമുകൾ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഓൾഡ് അറീന, അവിടെ ഒരു വലിയ പ്ലേസിൽ കണ്ടെയ്ൻഡ് റേസ്ഡ് പ്ലാറ്റ്ഫോം, ഇതുപോലെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺ വിച്ച് പ്രസിഡന്റ് ഓർ ദി അമ്പയർ ഓഫ് ദി അറീന സാറ്റ്. അവിടെയാണ് ഈ ന്യായാധിപൻ ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ടോ ഫ്രം ഹിയർ ഹി റിവാർഡഡ് ഓൾ ദ കോണ്ടസ്റ്റന്റ്സ്. അവിടെ പങ്കെടുത്തവർക്കും അതുപോലെ ജയിച്ചവർക്കും ഒക്കെ ഓരോരോ റിവാർഡ് കൊടുക്കും. അതുകൊണ്ടാണ് പൗലോസ് ഒരിടത്ത് എഴുതിയിട്ടില്ലേ, നമുക്ക് വാടാത്ത കിരീടം. ഫോർ ദം ഇറ്റ് ഈസ് വാടുന്ന കിരീടം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒലിവ് ലീഫ് വെച്ചൊക്കെയുള്ള കിരീടങ്ങൾ ഓണറേറിയമായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ അത് കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വാടാത്ത കിരീടം, വിച്ച് വിൽ നെവർ പെരിഷ്. നമുക്കറിയാം ഇന്നത്തെ മെഡൽ ആണെങ്കിലും ഒത്തിരി നാളിരിക്കുമ്പോൾ അതിന് ഒരു പക്ഷെ ക്ലാവ് വരും. ക്ലാവ് മീൻസ് ലൈക്ക് ഇംപ്യൂരിറ്റി മേ കം ടു അയൺ, റസ്റ്റ് മേ കം, സോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ പെരിഷബിൾ ആണ് ഈ ലോകത്തിലെ റിവാർഡ്സ്. മേ ബി യു ഹാവ് ലോട്ട്സ് ഓഫ് റിവാർഡ്സ്. ഞാൻ ലൈക്ക് എന്റെ ഷോ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അധികം റിവാർഡ്സ് ഒന്നുമില്ല, കുറെ കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ എന്റെ ഭാര്യയുടെ അലമാരി അതിനകത്ത് ഇഷ്ടം പോലെ മെഡലും ഒക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് I looked at and I was thinking, oh, she got so many rewards. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടംപോലെ റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മാരത്തോണ് പങ്കെടുത്ത് എല്ലാരും ഓടി. ഞാൻ നോക്കുമ്പോൾ മിക്കവാറും എല്ലാരും ഓടി തീർന്ന് അവിടെ ഇരിക്കുക. അപ്പൊ എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, നിർത്തരുത്,
ഒരിടത്ത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് മാരത്തോണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വരെ നീ ഓടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്ര റൗണ്ടാ മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ആണല്ലോ. സോ ഐ വാസ് നോട്ട് റിവാർഡഡ് അറ്റ് ഓൾ. സോ വാട്ട് ഐ ആം സേയിങ് ഈസ്, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എന്തിനും ഇറ്റ് ഈസ് നോട്ട് ഇൻ വെയിൻ. ഞാനന്ന് വെറുതെ ഓടി അവിടെ ഇരുന്നു, വെറുതെ വേർത്തെന്നല്ലാതെ. ബട്ട് കർത്താവ് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് പുതിയ നിയമത്തിൽ. നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പാനപാത്രം കുടിക്കാൻ കൊടുക്കുന്നത് പോലും പ്രതിഫലമില്ലാതെ ഇരിക്കുകയില്ല. സോ നമ്മൾ ചെയ്യുന്ന ഏത് മൈന്യൂട്ട് തിങ്ങിനും we will definitely 100% you will get a reward. So take a decision. Oh, I am going to do something for the Lord. Yes. Okay. Now it was called a bima or reward seat. Appo bima seat ennu parnja endha artham? Reward seat athre ullu. Never it was used as a judicial bench. Innu nammade pole kodadiyile pole ന്യായവിസ്താരം, പ്രതിയുടെ കൂട്, അങ്ങനെയൊന്നും അല്ല. ഓക്കെ, നീ തെറ്റുകാരനാണ്, നിന്നെ കുറ്റം വിധിക്കുന്നു. അവിടെ നമ്മൾ തെറ്റുകാരല്ല. നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുക? പുതിയ ശരീരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പഠിച്ചാണ് ആ ശരീരത്തെ കുറിച്ച്, റൈറ്റ്? സോ വി ആർ ട്രാൻസ്ഫോം. അവിടെ ദൈവം നമ്മുടെ കുറ്റമൊന്നും വിധിച്ച് ന്യായവിധിയല്ല. പിന്നെയോ, വാട്ട് ഡിഡ് യു ഡു ഫോർ മീ മൈ സൺ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ദൈവം, കർത്താവ് സ്വകാര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കതകെ മുട്ടുക? മോനെ, അപ്പൊ നിങ്ങൾ കഥക് തുറക്കുക. ലിഡിയ കഥക് തുറന്നു, ശാലോ, ഹന്ന, ജോബിനൊക്കെ കഥക് തുറന്നു. കർത്താവേ. അപ്പൊ ഉടനെ കർത്താവ്, മോളെ, നിന്നെ ഞാൻ ഇന്ന് ഈ ദിവസമല്ലേ നിനക്ക് ഞാൻ രക്ഷദാനമായിട്ട് തന്നത്? അതെ കർത്താവേ, അതെ. നീ ഇത്രയും നാളായിട്ട് എനിക്ക് വേണ്ടി എന്താ മോനെ ചെയ്തേ, എന്താ മോളെ ചെയ്തേന്ന് ചോദിച്ചാ, ഡു യു ഹാവ് ആൻ ആൻസർ ടു സേ? കർത്താവേ, ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു A4 ഷീറ്റ് തന്നാൽ ഒരു 5 എണ്ണം എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഞാൻ നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയോ നിങ്ങൾ മോശമാണെന്ന് പറയുമോ? മേ ബി യു ഹാവ് മെനി തിങ്സ് ടു റൈറ്റ്. പക്ഷെ ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എഴുതാനായിട്ട് ഇല്ലാതെ ഇരിക്കുമോ? സോ എന്റെ ഒരു കുഞ്ഞ് അനുജത്തിമാരെ, എന്റെ സ്വന്തം പെങ്ങന്മാരെ പോലെ, എന്റെ അനിയന്മാരെ പോലെ ഞാൻ ചോദിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളോട് കർത്താവ് ചോദിക്കുകയാണ്, മോളെ, നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തേ? ഇത്രയും നാളായിട്ട് എന്താ ചെയ്തേ? Can you just specifically say one thing? And what can you say? Well, Bima seat is in the future. Yes. നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം. അത് അന്നേരമല്ലേ, അന്നേരം നോക്കാം. നോ. പ്രിപ്പയർ യുവർ സെൽഫ്. ഓക്കെ, യെസ്. ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. ഓക്കെ, വിൽ മൂവ് ഫോർവേഡ്. പിന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മാരേജ് ഓഫ് ദ ലാം. ഇതിനെക്കുറിച്ച് പലരും തെറ്റായിട്ടും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണത്തിന്, നമ്മുടെയൊക്കെ കല്യാണത്തിനും സാധാരണ ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഞാനും അത് മെൻഷൻ ചെയ്യാറുണ്ട് പലപ്പോഴും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. കുഞ്ഞാടിന്റെ കല്യാണം, ഈ കല്യാണം കഴിഞ്ഞ് ഇനി കുഞ്ഞാടിന്റെ കല്യാണം ഉണ്ടോ? They do not know these phrases actually. ഇത് പർട്ടിക്കുലർലി നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി ആഫ്റ്റർ ഓൾ, എന്താ ഈ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ കുഞ്ഞാട്? എന്താണ് കല്യാണം? ദീസ് ആർ അനാലജി എന്ന് പറഞ്ഞാൽ ഇത് സാദൃശ്യങ്ങളാണ്, റൈറ്റ്? എക്സാമ്പിൾസ്. നമുക്കറിയാം, ഈ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് അക്സെപ്റ്റിംഗ് ചർച്ച് ആസ് എ പബ്ലിക് അക്സെപ്റ്റൻസ്. നമുക്കറിയാം, നമ്മുടെ വിവാഹങ്ങൾ രജിസ്റ്റർ വിവാഹമായാൽ തന്നെ, ഇപ്പോ ഈ കോടതി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുള്ള രജിസ്റ്റർ വിവാഹമായാലും അത് 2 മിനിമം സാക്ഷികളുടെ മധ്യത്തിലാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പബ്ലിക് ആക്ച്വലി. അല്ലാത്തതിനെയൊക്കെ ഒളിച്ചോട്ടം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ അതിനെ വിവാഹവും നമ്മൾ അംഗീകരിക്കുന്നില്ല. even the government is not agreeing that yes, minimum there should be 2 witnesses. Yes. അപ്പോൾ ഇതൊരു പബ്ലിക് അക്സെപ്റ്റൻസ് ആണ്. എന്താ? സഭയുടെ ഉൽപ്രാവണം. കർത്താവ് സഭയെ സ്വീകരിക്കുന്നു. ഇറ്റ് ഈസ് പബ്ലിക്കലി ബീങ് അക്സെപ്റ്റഡ് ആൻഡ് സേ ദാറ്റ് ഷീസ്, ഇത് എന്റെ മണവാട്ടിയാണ്, കാന്തയാണ്. ഇതൊക്കെ അനാലജിയാണ്. അല്ലാതെ കർത്താവ് വന്ന് കൈയൊക്കെ പിടിച്ച് സഭയുടെ നോ. സഭ ഒരു വ്യക്തി അല്ലല്ലോ. സഭ കർത്താവിന്റെ ശരീരം, അതും അനാലജിയാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് സെറ്റ് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ക്രിസ്തു, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കയ്യിൽ അല്ലെ പിടിച്ച് ആ പുരുഷൻ സ്ത്രീയോട് പറയുന്നത് എന്താ? ജീവിത അവസാനത്തോളം ഞാൻ നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാം. ഒരു ഉടമ്പടിയാണ്. സോ മാരേജ് ഓഫ് ദ ലാം അതൊരു അനാലജിയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദി അക്സെപ്റ്റൻസ്, പെർമനന്റ് അക്സെപ്റ്റൻസ് ഓഫ് ചർച്ച് ഇൻ അവിടെ. എവിടെയാ? മണവാളൻ, അത് ക്രിസ്തു. അപ്പോൾ സ്വർഗത്തിൽ സഭയോ കർത്താവും ഒരുമിച്ചുള്ള
വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മാരേജ് ഓഫ് ദ ലാംബ്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഇമേജറി ആണെന്ന് പറഞ്ഞു അല്ലെ. ഇമേജറി, ഈ ഇമേജറി വരുന്ന ഒരു പ്രത്യേകമായ കാര്യം, ഓക്കെ, ഒരാൾ ഒരു പാപം ചെയ്യുമ്പോൾ ഒരാളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് കുറുപ്രാവ് മീൻസ് എ pigeon or a dove can be sacrificed, or a lamb can be sacrificed, and one of the cattle can be sacrificed depending on the financial stability of the person. So ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുഞ്ഞാട്, യെസ്, ദാറ്റ് ഈസ് സെഡ് ഇൻ ദ ബൈബിൾ. നിങ്ങൾ നോക്കിക്കേ, ലെവിറ്റിക്കസ് 1:10 അവിടെ നിങ്ങൾ കണ്ടോ, ആ ബ്ലൂയിഷ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ, which means it is about one person. If somebody has sinned, well, bring a sheep so that it will be sacrificed for his sin. Appo one person avante papathinte expiation forgiveness ine one lamb is being sacrificed. So 1 to 1 ഒരാളുടെ പാപത്തിന്റെ പരിഹാരം അല്ലെങ്കിൽ അതിനെ കവർ അപ്പ് ചെയ്യുവാൻ ഒരു ആട് കൊല്ലപ്പെടുന്നു. This is not an analogy, this is fact in the Old Testament. Now look at this one, Exodus 12:3, and what do you see there? ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. ഇത് ഏത് പശ്ചാത്തലമാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി, എന്താണ് പശ്ചാത്തലം? എനിബഡി? ഇതിനൊരു ഒറ്റ വാക്ക് പറയും. അത് അവരുടെ ഒരു ഉത്സവം. And which festival is that? Very good. Passover, Pesach. Alright? പെസഹയുടെ അന്ന് ഇവരെന്ത് ചെയ്യും? വീട്ടിലെ എണ്ണത്തിനനുസരിച്ച് ഒരു ആട്ടിൻകുട്ടീനെ എടുക്കും. സോ ഹിയർ നമ്മൾ മുമ്പ് കണ്ട സ്ലൈഡിൽ 1 person 1 lamb, ഹിയർ 1 family and 1 lamb. അപ്പൊ ഒരു കുടുംബത്തിന്റെ പാപത്തെ മറയ്ക്കുന്നതിനായിട്ട് ഒരു ആട്. Now look at this. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ട്. So this is the entire nation of Israel. And look at that verse. For all their sins, once in a year. ഒരു വർഷത്തിൽ ഒന്ന്, ഓക്കെ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരാട് കൊല്ലപ്പെടും. Can anybody say ഇത് ഏത് ഫെസ്റ്റിവൽ ആണെന്ന് ആർക്കെങ്കിലും പറയാമോ? നമ്മളിത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ഇതിനെക്കുറിച്ച് പറയാമോ? Come on, make a try. Nobody? The great മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ കയറുന്ന ആ ഉത്സവത്തിന്റെ പേരെന്നാ? മഹാന്ന് തന്നെ തുടങ്ങണേ. മഹാപാപ പരിഹാര ദിവസം, ഓർ ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ്. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലായിരുന്നു, 2 ആടിനെ ചൂസ് ചെയ്യും, അത് ഒരെണ്ണത്തിനെ യാഗമർപ്പിക്കും, മറ്റേതിനെ ഫ്രീ ആയിട്ട് വിടും, മരുഭൂമിയിലോട്ട് വിടും, അത് കാട്ടു മൃഗങ്ങളോ ആക്രമിച്ച് അതിനെയും കൊല്ലും. സോ ഇവിടെ അറുക്കപ്പെട്ട ആട് അത് എല്ലാ ഇസ്രയേലിനെയും പാപത്തിന് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കൊന്ന് മുമ്പാണോ അതിന് മുമ്പുള്ള ക്ലാസ്സിലോ വിവരിച്ചതാണ്. ഹോപ്പ് യു റിമെമ്പർ. സോ ഇവിടെ ഒരു ലാമ്പ് അല്ലെ ഒരു ആട് ഒരു എൻറ്റയർ നേഷന് വേണ്ടി നിൽക്കുന്നു. സോ ലുക്ക് അറ്റ് ദി സീക്വൻസ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരാട് ഒരു വ്യക്തിയുടെ പാപത്തിന്, ഒരാട് ഒരു കുടുംബത്തിന്റെ പാപത്തിന്, ഒരാട്ടിൻകുട്ടി, the nation, entire nation. But look at this. This is a perfect analogy here. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു കാര്യമാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ദിസ് ഈസ് എ പെർഫെക്റ്റ് അനാലജി. സോ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരു ആട് മനുഷ്യരുടെ പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കപ്പെടുന്നത് പോലെ, യെസ്, ജീസസ് ഈസ് ബീയിങ് ദ ലാംബ് ഓഫ് ഗോഡ്. സോ കർത്താവ് ഒരു ആടല്ല, പക്ഷെ ആടിനെ പോലെയാണ്. വൈ? ഹി ഈസ് ദ പാസ്ഓവർ ലാംബ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഹി ഈസ് അവർ പാസ്ഓവർ ലാംബ്. ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായിരിക്കും. ഹൗ? Well, he is going to die for the entire world, for my sin and your sin. Yes. അപ്പൊ ഇങ്ങനെയാണ് അനാലജി വരുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു യു. ഓക്കെ, അപ്പൊ ഇത് കാര്യം ഓർത്തിരിക്കുക. പഴയ നിയമത്തിൽ ആടിനെ യാഗമർപ്പിച്ച ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തുവിനെ
കുഞ്ഞാട് എന്നുള്ള വിശേഷണം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത്. അതെന്താ? മണവാട്ടിയായിരിക്കുന്ന സഭ. സോ ദ യൂണിയൻ ഓഫ് ദം ഈസ് ദ മാരേജ്. സിമ്പിൾ ആസ് ദാറ്റ്. അതൊരു അനാലജിയാണ്. ഓക്കെ, ഓൾറൈറ്റ്. ആഫ്റ്റർ ദാറ്റ് അപ്പോ ഇത് പാരലായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ 2 കൈകൾ നിങ്ങൾക്ക് കാണാം. ഈ താഴെയുള്ള കൈയിൽ ഇപ്പോ ഇവിടെ റാപ്ചർ ഓഫ് ദ ചർച്ച് ഹാപ്പൻസ്. ഓക്കെ, നമ്മൾ മുകളിലേക്ക് എടുക്കപ്പെട്ടു മധ്യാകാശത്തിൽ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഫറ്റിക് വ്യൂ ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോ എന്താണ്, സഭ എടുക്കപ്പെട്ടു. അത് കഴിയുമ്പോൾ, സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭൂമിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോ മൈ റൈറ്റ് ഹാൻഡ് ഹിയർ, ഭൂമിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നു ഫോർ 7 years. പക്ഷെ പാരലായിട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മധ്യാകാശത്തിൽ എന്താണ്, അവിടെയാണ് നമ്മൾ മുമ്പേ കണ്ട ബീമാ സീറ്റ്, ഓക്കെ, ആൻഡ് ദ മാരേജ് ഓഫ് ദ ലാം ആൻഡ് ഓൾ ദോസ് തിങ്സ് ആർ ഹാപ്പനിങ് ഓവർ ദെയർ ഇൻ ദ മിഡ് എയർ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്, ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്? ട്രിബുലേഷൻ. ഓക്കെ, ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ പീഡനകാലം. ഓൾറൈറ്റ്, അതിനെക്കുറിച്ചൊരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹോപ്പ് യു ക്യാൻ ലിറ്റിൽ ബിറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സി, കുറെ ആൾ, ഇതൊരു പിക്ചറാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ആ ക്രോസ് കൊടുത്തിരിക്കുന്ന മൗസ് പോയിന്റ് മൂവി എന്ന് നിങ്ങൾക്ക് കാണാം. ക്രോസ് കൊടുത്തിരിക്കുന്ന കുറച്ച് കഴിഞ്ഞ് ചർച്ച് ഏജ് തീരുന്നു, റാപ്ചറോട് കൂടി ചർച്ച് ഏജ് കഴിഞ്ഞു. പക്ഷെ അറ്റ് ദ സെയിം ടൈം താഴെ ഭൂമിയിൽ 7 years ഓഫ് ട്രിബുലേഷൻ ഉണ്ട്. എന്നാൽ മുകളിൽ സംഭവിക്കുന്നത് അതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മാരേജ് ഓഫ് ദ ലാം ആൻഡ് റിവാർഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, ഇനി റെവലേഷൻ 3:10 വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ട്രിബുലേഷനെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. ഓക്കെ, സഭ ട്രിബുലേഷനിലൂടെ കടന്നു പോകുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യം, സഭ ട്രിബുലേഷനിലൂടെ കടന്നു പോകാതെ അതിന് മുമ്പ് എടുക്കപ്പെടും എന്നുള്ളതാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തിപരമായി അത് മനസ്സിലാക്കി പഠിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങളും അതിൽ കൺവിൻസ് ആകുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഓക്കെ, എനിവേ, അത് നമ്മുടെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. കാരണം നമ്മുടെ സിലബസിൽ ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുക്കുന്നതായിരിക്കും. സി, ലുക്ക് അറ്റ് ദിസ് ചാർട്ട്. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രസന്റ് ചർച്ച് ഏജ്, നമ്മളിപ്പോ ജീവിക്കുന്നത് അവിടെയാണ്. പ്രസന്റ് ചർച്ച് ഏജ്, ദ ലാസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ റാപ്ചർ ഓഫ് ദ ചർച്ച് ഹാപ്പൻ ചെയ്യുന്നു. എന്താ, നമ്മൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ഇവിടെ 7 വർഷം, ഈ 7 വർഷത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്? അതെന്താണ് കാരണം? എവിടെയാണ് ആ വാക്യങ്ങൾ? അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സീ വാട്ട് ഈസ് ദാറ്റ്. ഇവിടെ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരാഴ്ചവട്ടത്തേക്ക്, ഒരാഴ്ചവട്ടം മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് 1 week ഓഫ് ടൈം. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ദിവസം. പക്ഷെ ഇതൊരു പ്രൊഫറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. പ്രൊഫസിയിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇറ്റ് ഡസന്റ് മീൻ 1 week. അതൊരു വീക്ക് ആകാം, ഇനി അത് ഓരോ ദിവസം ഓരോ വർഷങ്ങളാകാം, പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ പുതിയ നിയമവും കൂടെ നമ്മൾ ഒത്തുവെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി വി ക്യാൻ കൺക്ലൂഡ് ഒരാഴ്ചവട്ടം 1 week ഈസ് എ റെഫറൻസ്, പ്രൊഫറ്റിക്കൽ റെഫറൻസ് ഫോർ 7 years, because 1 day is equated to 1 year. യെസ്, അതിനുള്ള ഒത്തിരി തെളിവുകൾ വേറെ ബൈബിളിൽ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒറ്റ നോക്കാനായിട്ട് പോയ ആളുകൾ 40 ദിവസം എടുത്തു അവർ ഒറ്റ നോക്കി പോയി വരാൻ. അതിന് പകരമായിട്ട് ദൈവം കണക്കിട്ടത് 40 വർഷം അവരെ മരുഭൂമിയിലൂടെ നടത്തിയതായിട്ട്. സോ അത് ഒരു രീതിയിൽ ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ദൈവം എടുക്കുന്ന ഒരു തീരുമാനത്തെ കുറിച്ചാണ്. 1 day is equal to 1 year for him as a punishment. സോ ഇവിടെ പ്രൊഫറ്റിക്കൽ ഇയർ ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. അതിനുള്ള തെളിവ് എന്താണ്? ലുക്ക് അറ്റ് ദിസ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. ഇത് വെളിപ്പാട് പുസ്തകം 11:3 കൊടുത്തിട്ടുള്ള വാക്യമാണ്. അന്ന് ഞാൻ ഇത് എപ്പോ നടക്കുന്നതാ? ട്രിബുലേഷൻ പീരീഡ് നടക്കുന്ന കാര്യമാണ് കേട്ടോ. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് they will wear sackcloth and preach. ഓക്കെ, സോ ഇത് ആരാണ് ഈ 2 സാക്ഷികൾ? അതൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ചിലർ വിശ്വസിക്കുന്നത് മോശയും ഹാനോക്കുമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മോശയും ഏലിയാവുമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഓക്കെ, സോ അതെന്തായാലും ഓക്കെ, അത് ദൈവം പ്രത്യേകമായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന 2 സാക്ഷികളാണ്. അപ്പൊ ട്രിബുലേഷൻ പീരീഡിൽ ഇവിടെ എന്തുണ്ടാകും? ദൈവവചന പ്രഘോഷണം ഉണ്ടാകും. എന്തിന്?
ആ മിശിഹയെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇവര് കൊല്ലപ്പെടും. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം കുറെ കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എനിക്ക് തരേണ്ട ഉത്തരം, ഡിഡ് എനിബഡി ഗെറ്റ് ദ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 3.5. യെസ്, 1260 ദിവസം എന്ന് പറയുമ്പോൾ divided by 360 you get 3.5 years. So ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആദ്യത്തെ ഒരു 3.5 years നമുക്ക് ഇവിടെ മനസ്സിലായി. അപ്പോൾ അത് ദൈവവചനം അല്ലെങ്കിൽ പ്രഘോഷിക്കപ്പെടുന്ന ട്രിബുലേഷന്റെ സമയത്തും ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. എന്നാൽ അത് കഴിയുമ്പോൾ you know what happens? That is a great tribulation we call, which means the entire 7 years is divided into two. First half 3.5 years. അവിടെ it is not great tribulation, but it is tribulation. പക്ഷെ ആ സമയത്ത് ഈ എതിർ ക്രിസ്തു ഉണ്ടല്ലോ, അന്തിക്രിസ്തു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എതിർ ക്രിസ്തു എന്ത് ചെയ്യും? അവനൊരു പീസ് ട്രീറ്റി. ഓക്കെ, സോ പീപ്പിൾ വിൽ ഫീൽ ദാറ്റ് ഓക്കെ ഹി ഈസ് മെസായ. കാരണം അവൻ നല്ല ആളായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് സാത്താനെ വെളിച്ചദൂതനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പീപ്പിൾ വോണ്ട് ബി ഏബിൾ ടു റെക്കഗ്നൈസ്, oh, he is not a person who give us tribulation. No, he's a nice person. അവൻ ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ചാക്കും. He will be a person who work for peace. Yes, അങ്ങനെയാണ് അവൻ ടാക്ടിക് ആയിരുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ വളരെ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തന്ത്രശാലിയാണ്, സൂത്രശാലിയാണ്. റൈറ്റ്, ഇത് സെക്കൻഡ് ഹാഫ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത് നോക്കിക്കേ, 13:5 പറഞ്ഞിരിക്കുന്നത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. ഏതിന്? ഈ എതിർ ക്രിസ്തുവിന് അല്ലെ കള്ളപ്രവാചകന് 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. സോ പിന്നെ ദൈവം തന്നെ അവന് അനുവദിച്ചു കൊടുക്കുക. യു ഡു വാട്ട് എവർ യു വാണ്ട് ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ഈ 42 മാസം എന്താ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 30 into 42 is equal to again the same 1260 days കിട്ടും. So that is again equivalent to 3.5 years. So നമുക്ക് രണ്ട് ഭാഗത്തു നിന്നും 3.5 years കിട്ടി. So I think I wrote it 3.5. It is 3.6, right? Yeah, it's my mistake. 3.5 എന്ന് പറയുമ്പോൾ 12 മാസം അല്ലേ? So 3.6. Okay, not 3.5, 3.6. സോ ദിവസങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ 3.5 വർഷം വീണ്ടും നമുക്ക് കിട്ടുക. 3.5 വർഷം എന്ന് പറയുമ്പോൾ 3 വർഷവും 6 മാസമാണ് 3.5 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ടുഗദർ വി ഗെറ്റ് യെസ് എൻറ്റയർലി 7 years. ഇതാണ് ഈസി വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഡാനിയൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ആന്റി ക്രൈസ്റ്റ്. ഹു ഈസ് ആന്റി ക്രൈസ്റ്റ്? പലപ്പോഴും അന്തിക്രിസ്തു എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ബൈബിളിൽ ഒരിടത്തും മലയാളത്തിൽ അന്തിക്രിസ്തു എന്ന് എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് പിന്നെ ആളുകൾ പറയുന്നത് അന്ത്യനാളിൽ വരുന്ന ക്രിസ്തു, അതാണ് അന്തിക്രിസ്തു? പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു വാക്കില്ല. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എതിർ ക്രിസ്തു എന്നാണ്, ആന്റി ക്രൈസ്റ്റ്. പിന്നെ മലയാളത്തിൽ ആന്റി എന്ന് വായിക്കുന്ന അന്തി എന്ന് വായിക്കാം അല്ലെ, അന്തിപത്രോസ്, അങ്ങനെയുള്ള വാക്കുകളുണ്ട്. ആന്റിപാറ്റ, അങ്ങനെയുള്ള പേരും സ്ഥലങ്ങളും ഒക്കെയുണ്ട്. സോ അത് മലയാളത്തിൽ വന്നപ്പോൾ അന്തി എന്നായി പോയതാകാം. എന്നിരുന്നാലും അന്തിക്രിസ്തു എന്ന വാക്ക് ബൈബിളിലില്ല. ഇറ്റ് ഈസ് എതിർ ക്രിസ്തു. അതാണ് മലയാളം ബൈബിളിൽ തർജ്ജമ ചെയ്യുക. അതെന്താണ് എതിർ ക്രിസ്തു? The one who stands against Christ is antichrist. All right, antibody, anti, നമ്മൾ വായിക്കാറില്ലേ അങ്ങനെ, ആന്റിബയോട്ടിക്. So one who is standing against, that's all, എതിർ ക്രിസ്തു. പക്ഷെ നിങ്ങൾ ബ്ലൂ ലെറ്ററിൽ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എതിർ ആന്റിക്രൈസ്റ്റ് ഈസ് ഓൺലി വൺ, ബട്ട് യു ഹാവ് സീൻ ദാറ്റ് എതിർ ക്രിസ്തുക്കൾ. ആൻഡ് ഹു ഈസ് ദാറ്റ്? വെൽ, വി വിൽ സ്റ്റഡി അബൌട്ട് ദാറ്റ്. നമുക്കിനി 6 മിനിറ്റൂടെ ഉള്ളൂ. Few slides. Okay, meaning of antichrist is against Christ. ക്രിസ്തുവിന് എതിരായവൻ, opposition, പാർട്ടിയാണ്, rival of Christ. The word is used only by Apostle John. എതിർ ക്രിസ്തു എന്നുള്ള വാക്ക് അപ്പോസ്റ്റൽ ജോൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വാക്ക് കേട്ടോ, എതിർ ക്രിസ്തു. Referring to false teachers. ഈ എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാ? യെസ്, യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് എതിർ ക്രിസ്തുക്കൾ. അത് ഫോൾസ് ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എതിർ ക്രിസ്തു ഒരാളെ ഉള്ളൂ. ഓക്കെ,
പലപ്പോഴും ഞാൻ എന്റെ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി പേര് പ്രസംഗിച്ചിട്ടുണ്ട്, സദാം ഹുസൈൻ എതിർ ക്രിസ്തു അന്ത്യക്രിസ്തു ആണ്, ബിൻ ലാദൻ അന്ത്യക്രിസ്തു ആണ്, അങ്ങനെ ഒത്തിരി പേര് പ്രസംഗിച്ചു, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ആളുടെ പേരോ എവിടെ നിന്നാണ്. സോ there are indications from where he would come. The scripture, യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, probably he is from Syria. ഇന്ന് സിറിയ എന്ന് പറയുമ്പോൾ ഇറാൻ, ഇറാഖ് ആ റീജിയൻ വരും. അപ്പോ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കാം എതിർ ക്രിസ്തു വരുന്നത് എന്നുള്ള ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. വി ഡോണ്ട് നോ, വി കനോട്ട് സേ ഹി ഈസ് ആന്റി ക്രൈസ്റ്റ്. ചിലർ പറഞ്ഞു ഒബാമയാണ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞു, അല്ലെ? ദാറ്റ് ഇസ് റോങ്. ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ആരാണ്, ഏത്, അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഇനി അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റില്ല, ബിക്കോസ് ഹി വിൽ നോട്ട് റിവീൽ ഹിസ് ഐഡന്റിറ്റി. ഓൺലി ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ട്രിബുലേഷൻ പുള്ളി തന്നെത്താൻ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. സോ എനിബഡി ഹു പ്രീച്ചസ് ദാറ്റ് ഹി ഈസ് ആന്റി ക്രൈസ്റ്റ്, then that is not correct. എന്താ പറയണേ? എതിർ ക്രിസ്തുക്കളിൽ ഒരാളാണെന്ന് പറയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോ കർത്താവിനെതിരെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരാളെ എതിർ ക്രിസ്തു എന്നുള്ള രീതിയിൽ വിളിക്കാം. പക്ഷേ ശരിക്കുമുള്ള എതിർ ക്രിസ്തു, എംബോഡിമെന്റ് ഓഫ് സൈറ്റൻ, ഈസ് ഓൺലി വൺ പേഴ്സൺ. ദാറ്റ് we cannot assume, cannot predict from where, who and all. Nobody can say his identity at all, because he himself will reveal his identity. Simple as that. Now look at this. 9:27 ദാനിയേലിൽ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഹാഫ് ഓഫ് ഇന്നിങ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് ഇന്നിങ്സ് 3.5 he will firm his covenant. പുള്ളി ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കവനന്റ് എങ്ങനെയാണ്? കഠിനമാക്കുക. മലയാളത്തിൽ കഠിനമാക്കുക നല്ല എന്റെ യഥാർത്ഥ ആശയം. he will firm, നല്ലൊരു കവനന്റ് ഉണ്ടാക്കും. എന്താ? നല്ല ഒരാളായിട്ട് അവൻ ആക്ട് ചെയ്യും. പക്ഷെ അത് കഴിയുമ്പോഴോ, what happens? Yes, the second half of the tribulation, നോക്കിക്കേ, he will be called himself as God. ദൈവം എന്ന് നടിച്ചുകൊണ്ട്, എന്താ, ദൈവമെന്നോ പൂജാവിഷയമെന്നോ എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തും. He will demand worship and he will reveal himself. അന്നേരമാണ് അവനെ നമസ്കരിക്കാത്തവരെയൊക്കെ എന്താണ് കൊന്നൊടുക്കുവാനായിട്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റ് ട്രിബുലേഷൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഫോൾസ് ട്രിനിറ്റി ആണ്. നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതേക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ത്രിയേക ദൈവം. ഇത് തന്നെ പിശാച് എന്ത് ചെയ്യും? he has also a false trinity. Satan, antichrist, false prophet. ട്രിബുലേഷൻ കാലത്ത് സംസാരിക്കുന്ന വ്യക്തി, ഫോൾസ് പ്രോഫറ്റ്, പിശാജ് ആത്മാവ്, അവന്റെ എംബോഡിമെന്റ് ആണ് ഫോൾസ് പ്രോഫറ്റ്. അന്തിക്രിസ്തു, അത് അവന്റെ the visible fact, embodiment of Satan as a visibility, antichrist. But who is the power? Satan. ഇതൊരു false trinity. That is also there in book of Revelation. ഇതോടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. നമ്മള് പിശാചിനെ കുറിച്ച് പഠിക്കുമ്പോൾ 5 നിലയിലുള്ള ന്യായവിധിയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവത്തിന് എന്തുകൊണ്ട് പിശാചിനെ എന്ന് നിലനിർത്തിക്കൂടും? മീൻസ് അവൻ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല? വൈ there are troubles in on earth? ദൈവം എന്തുകൊണ്ട് അനീതി കണ്ടുകൊണ്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് പിശാചിനെ അനുവദിക്കുന്നത്? So if you look into the Bible, there are clearly 5 steps of judgment. Just quickly I will say and I will conclude. Number 1, ആദ്യം ദൈവം അവന് കൊടുത്ത പൊസിഷനിൽ നിന്നും he was judged എന്ന് പറഞ്ഞാൽ അവൻ പിശാചായ ഒരു ദിവസമുണ്ട്. He was actually an angel, archangel. Okay, അതിനെക്കുറിച്ച് യെശയ്യാവ് 14, എസെക്കിയേൽ 28 കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും അവൻ അകന്നത് എന്ന്. Alright, അത് ഒന്നാമത്തെ ന്യായവിധി, which means he was cast away from God, not from heaven, but from God. He cannot be, he cannot be a, എന്താ, ഒരു ഗുഡ് ആക്സസ്, അല്ലെ ദൈവവുമായിട്ട് ഒരു നല്ല സ്വരച്ചേർച്ചയിൽ ഇനി ഒരിക്കലും പിശാചിന് പോകാൻ പറ്റില്ല. So he was alienated from God. That is actually first judgment. Second one is he was being judged on the cross. Yes, Satan was defeated.
നൗ വി ക്യാൻ സേ നോ ടു സൈറ്റൻ. പക്ഷെ മുമ്പോ രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഗുഡ് കോൺഷ്യൻസ് ഉണ്ടാകും, പക്ഷെ പലപ്പോഴും പിശാചിന്റെ പിടിയിൽ തന്നെയാണ് രക്ഷിക്കപ്പെടാത്തത്. നമുക്കും ഒരുപക്ഷെ ആ സ്വാധീനം ഉണ്ടാകും, പക്ഷെ നമുക്ക് നോ എന്ന് പറയാൻ പറ്റും, ബിക്കോസ് വി ക്യാൻ വിൻ ഓവർ. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തിലും പിശാചിന് സ്വർഗത്തിൽ കയറുവാൻ ഇപ്പോൾ അനുവാദമുണ്ട്. സി ലുക്ക് അറ്റ് ദിസ് വേർഡ്സ്, എഫേഷ്യൻസ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർഗത്തിലെ സകല സേന, ദുഷ്ടാത്മസേന. അതാരാ? സ്വർഗത്തിൽ ദുഷ്ടസേനയുണ്ടോ? യെസ്. ഹു ഇസ് ദാറ്റ്? സൈറ്റൻസ് ആർമി. ഗോഡ് പെർമിറ്റ്സ് ഹിം ടു കം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ സാത്താൻ ചെന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സോ ക്രോസ്, ഹി വാസ് ജഡ്ജ്ഡ് ഓൺ ദ ക്രോസ്, റൈറ്റ്? ഓക്കെ. പിന്നെയോ മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് എന്താണ്? മൂന്നാമത്തത് സ്വർഗത്തിൽ നിന്നും അവനെ കാസ്റ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തത്. ഓക്കെ. നാലാമത്തത് എന്ന് പറയുന്നത് ബോട്ടംലെസ് പിറ്റിൽ ഇടുന്നതാണ് നാലാമത്തെ, റെവലേഷൻ 20. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഗെയിൻ ബോട്ടംലെസ് പിറ്റ്. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ നിത്യമായിട്ട് പിശാചിനെ ന്യായവിധിക്കായിട്ടായി. സോ ഇതാണ് 5 സ്റ്റെപ്പ് പിശാചിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. Hope you understood. Okay, the remaining we will learn in the next class.